The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi dear children, എല്ലാവർക്കും സുഖമാണോ? അന്നം ദൈവമാണത്രേ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ആരാധനയോടെ വേണം ഭക്ഷണത്തെ സമീപിക്കാൻ. നമ്മളുടെ മുൻ തലമുറയിലുള്ളവർ, നമ്മളുടെ മുത്തശ്ശന്മാരും മുതുമുത്തശ്ശന്മാരും ഭക്ഷണത്തെ ഈശ്വരനായാണ് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം പാഴാക്കി കളയുന്നത് പാപമാണ് എന്നവർ പറഞ്ഞിരുന്നു. പഴഞ്ചോറിന്റെ മഹത്വം, അതിന്റെ ആരോഗ്യവശങ്ങളെക്കുറിച്ചും അവർക്കറിയുമായിരുന്നു. കൂടാതെ തലേ ദിവസത്തെ ബാക്കി വന്ന ഭക്ഷണം പുതിയ രൂപത്തിലാക്കി മാറ്റി ഉപയോഗിക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു. നമ്മളുടെ പാരൻസും അങ്ങനെയാണ് അല്ലെ? ബാക്കി വന്ന ഭക്ഷണം പാഴാക്കി കളയാതെ പുതിയ രൂപത്തിലാക്കി ഉപയോഗിക്കാൻ നമ്മളുടെ പാരൻസിനും അറിയാം. മക്കളെ, നമ്മൾ എപ്പോഴും ഹെൽത്തി ഫുഡ് കഴിക്കണം എന്ന് പറയാറുണ്ട് അല്ലെ? നമ്മൾ മെന്റലി ആൻഡ് ഫിസിക്കലി ഹെൽത്തി ആയിരിക്കണമെങ്കിൽ എന്ത് വേണം? നല്ല ഭക്ഷണം വേണം. നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിരിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മളിൽ മിക്കവരും ഒരുപാട് ഭക്ഷണം പാഴാക്കി കളയാറുണ്ട്. അത് നല്ല ശീലമാണോ? അല്ല, അല്ലെ? നമ്മൾ ഭക്ഷണത്തെ ആരാധനയോടെയാണ് കാണുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും ഭക്ഷണം പാഴാക്കി കളയില്ല. അതുകൂടാതെ നമ്മളുടെ ചുറ്റും എത്രയോ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഓരോ അരിമണിയും അത് പാടത്ത് വിത്ത് വിതച്ച് കൊയ്ത് കൊണ്ടുവന്ന് അരിമണിയാക്കി നമ്മൾക്ക് കയ്യിൽ കിട്ടുന്നത് വരെ എത്രയോ ആളുകളുടെ വളരെ നാളത്തെ അധ്വാനം അതിന് പിറകിലുണ്ട്. കൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളുടെ പാരൻസിന്റെ അധ്വാനം കൂടിയാണ് അല്ലെ? അവർ എത്രയോ ബുദ്ധിമുട്ടി ആണ് നമ്മൾക്ക് ഉള്ള ഭക്ഷണം വെച്ചുണ്ടാക്കുന്നതും അതിനുവേണ്ടി പൈസ സമ്പാദിക്കുന്നതും. ശരിയല്ലേ? അത് നിങ്ങൾക്കറിയുന്ന കാര്യം തന്നെയാണ്. വിദേശ രാജ്യങ്ങളിൽ ചിലയിടത്ത് ഹോട്ടലുകളിൽ ഭക്ഷണം കഴിച്ച് നമ്മൾ പാഴാക്കി കളഞ്ഞാൽ അതിന് പണിഷ്മെന്റ് ഉണ്ട്. ഭക്ഷണത്തിന്റെ മഹത്വം അവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നർത്ഥം. ഇന്നത്തെ ഒരു ഫാഷനാണ് പുറത്തുപോയി ഭക്ഷണം കഴിക്കുക എന്നത്. അതും ഒരുപാട് വിഭവങ്ങൾ ഓർഡർ ചെയ്ത് അതെല്ലാം പാഴാക്കി കളയുക. അതിൽ നമുക്കൊരു വിഷമവും തോന്നാറുമില്ല അല്ലെ? നമ്മളെല്ലാം ചെയ്യുന്ന കാര്യം തന്നെയാണത്. നമ്മൾ മലയാളികൾ ആഘോഷങ്ങൾക്കായി, അത് കല്യാണമായാലും ബർത്ത്ഡേ പാർട്ടി ആയാലും ഭക്ഷണ കാര്യത്തിന് ഒരുപാട് ആർഭാടം കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയ്ക്ക് അധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും വില അറിയാതെ പോകുന്നു. കെവിൻ കാർട്ടർ എന്ന ഒരു ഫേമസ് ഫോട്ടോഗ്രാഫർ എടുത്ത ഒരു ഫോട്ടോ ആണ് ഈ ചിത്രത്തിലുള്ളത്. അദ്ദേഹത്തിന് അവാർഡുകൾ വാങ്ങിച്ചു കൊടുത്ത ഒരു ഫോട്ടോ. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ഒരുപാട് ചർച്ചാ വിഷയമായ ഒരു കാര്യമായിരുന്നു ഇത്. നമ്മൾ ആഘോഷങ്ങൾക്കായി ഒരുപാട് ഭക്ഷണം പാഴാക്കി കളയുമ്പോൾ ഓർക്കുക, നമുക്ക് ചുറ്റും ഇങ്ങനെയും ചില മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന്. നമ്മൾ നിത്യേന മാധ്യമങ്ങളിൽ കാണാറുള്ള വാർത്തയാണ് പട്ടിണി മരണങ്ങളും പോഷകാഹാര കുറവ് മൂലം ഉള്ള ശിശുമരണങ്ങളും. അതുകൊണ്ട് തന്നെ മക്കളെ, വീട്ടിലായാലും പുറത്തായാലും ഭക്ഷണം ആവശ്യത്തിന് മാത്രം എന്നൊരു ചിന്ത മനസ്സിൽ വയ്ക്കുക. ഓക്കെ? സോ നൗ വി ക്യാൻ കണ്ടിന്യൂ അവർ chapter, that is part numbers. In last class we discussed more about fractional forms and we studied about quarter, three quarter and half.
and how to write them in fractional form. Today we can study parts of different forms. So dear children, let's discuss one example. Here you can see a 1 meter long string and it is divided into 4 equal parts. Here the question is, what is the length of one part of this string? Here each part of the string is 1 by 4 parts of the longer string, isn't it? So we can say the length of one part is 1 by 4 part of the longer string, or its length is 1 by 4 meter. Understood? Now let's cut out 2 equal pieces from the longer string. Here you can see the 2 pieces and the question is, what is the length of one piece? And this one piece is taken from the longer string, which is cut into 4 equal pieces, isn't it? And the length of the longer string is 1 meter. So if we take 2 equal pieces from the longer string, we can see it is 2 by 4 parts of the longer string with 1 meter long. Here each piece is made up of 2 parts of the 4 equal divisions, isn't it? So we can say each piece is 2 by 4 meter long. And in another way we can say this as half of the longer string. That means each piece is half of the longer string. So the length of each piece is 1 by 2 meter. So we can conclude that this 2 by 4 is same as 1 by 2, or 2 by 4 meter is same as 1 by 2 meter. Now we can move to another example. Here in this circle you can see 3 equal parts marked. So each part is 1 by 3 part of the original circle. Now you can see a circle. In that circle 6 equal parts are marked and each part is 1 by 6 parts of the circle. Okay? And one more example is there. In that circle you can see 6 equal parts, and out of 6 equal parts 2 parts are shaded. So we can write the fractional form as 2 by 6. That means the shaded portion is 2 by 6 parts of the circle. Understood? One more example is there. In that circle, out of the 6 equal parts, 3 parts are shaded. So how can we say the fractional form? Yes, the fractional form for that is 3 by 6 parts of the circle. And you can see that shaded portion is half of the circle, isn't it? So we can conclude 3 by 6 means it is 1 by 2. So 3 by 6 is equal to 1 by 2. Understood? What about this picture? In this circle, you can see out of the 6 equal parts, 4 parts are shaded and the fractional form is 4 by 6. Isn't it? When we compare these 2 circles, we can say this 4 by 6 part is same as 2 by 3. That means here you can see 3 equal parts and there we can see out of 6 equal parts 4 parts are taken. So when we compare these two, this 2 by 3 part of the circle is same as 4 by 6 part of the circle. Now dear children, we can move to another example, and here you can see a circle. In that circle, it is divided into 8 equal parts, and from that
two parts are shaded. So we can say the shaded portion is 2 by 8 part of the circle, isn't it? If we take 2 at a time, that means if we take 2 parts together as one part, you can see in this circle we can take 4 equal parts, that is 1, 2, 3 and 4 by taking 2 parts together. So the shaded portion will be 1 part out of the 4 equal parts. Okay, that means the shaded portion we can write as 1 by 4 part of the circle. So we can conclude this 2 by 8 is equal to 1 by 4. Understood? Now in this circle, out of the 8 equal parts, 4 parts are shaded. If we take 2 at a time, we can consider it as 4 equal parts. So the shaded portion will be 2 parts, and out of the 4 equal parts, 2 parts are shaded, means the fractional form will be 2 by 4. And we can see in this circle, half of the circle is shaded. So the next fractional form for this shaded portion is what? 1 by 2. So here in this circle, we can see the shaded portion is 4 by 8, or in another form it is 2 by 4, and the next fractional form is 1 by 2. So by concluding we can write 4 by 8 is equal to 2 by 4, which is equal to 1 by 2. Understood? Now one more example. In that, out of the 8 equal parts, 6 parts are shaded. So the shaded portion is 6 by 8 part of the circle. If we consider 2 at a time, we can see the total part of the circle is 4 and the shaded portion will be 3 parts. So here we can write the fractional form as 3 by 4. That means we can conclude this 6 by 8 is equal to 3 by 4. Okay? Now dear children, we can move to another example. A 1 meter long strip is given and it is divided into 12 equal parts. So what will be the fractional form for each of these parts? Yes, each part is 1 by 12 parts of the longer strip. That means each part is 1 by 12 meter, isn't it? If we join them in pairs, then what is the length of each strip? How we can explain that? Yes, each strip will be 2 out of the 12 pieces, isn't it? That means each strip is 2 by 12 part of the longer strip, or the length of each strip is 2 by 12 meter. Here, if we take 2 at a time, 2 pieces together, we can say the strip is divided into 6 equal parts and the fractional form for each part will be 1 by 6. So we can conclude this as 2 by 12 is equal to 1 by 6. Understood? Now we can join these 12 pieces by 3 at a time. So each strip will be 3 by 12 parts of the longer strip, and the length of each strip will be 3 by 12 meter. If we take each strip as a single piece, you can see the longer strip is divided into 4 equal pieces, and from that one is taken. That means each piece will be 1 by 4 part of the longer strip, or it is 1 by 4 meter. So we can conclude this as 3 by 12 is same as 1 by 4. Okay? Now we can join 4 parts together, and you can see each piece is 4 by 12 parts of the longer strip,
And if we consider this 4 strip as a single piece, how we can say? Here you can see 3 pieces and the part will be 1 by 3 part of the longer strip. That means here 4 by 12 is equal to 1 by 3. Now if we join the 12 pieces as shown here to make pairs, we can say the length of the longer piece is 8 by 12 meter and which is equal to 2 by 3 meter. And the length of the smaller piece is 4 by 12 meter and which is equal to 1 by 3 meter. What if we join like this? Here the length of the longer piece is 9 by 12 meter and which is equal to 3 by 4 meter. Now the length of the smaller piece is 3 by 12 meter and which is equal to 1 by 4 meter. Now dear children, I hope you all understood how to write different forms for fractions. So you can do the problems as homework. Okay? We can see in the next class. Take care. Bye.